ദൈവനാമം മുഹൂർത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്ത് കൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ദൈവവചനത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കൽപ്പന നാം ചിന്തിക്കുകയായിരുന്നല്ലോ. അത് ഗലാത്യ ലേഖനം 5-6 അധ്യായത്തിൻ്റെ 7 വാക്യത്തിൽ നമുക്ക് കാണാം. വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അവിടെ നാം മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അപ്പോൾ ഈ വിതയോടുള്ള ബന്ധത്തിൽ 4 പ്രധാനപ്പെട്ട സത്യങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു. അതിൽ 2 തരം വിത്തുകളുണ്ടെന്ന് കണ്ടു. അതിൽ ജഡത്തിൻ്റെ വിത്തുകളെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ നാം ചിന്തിക്കുന്നത്. ഇന്ന് നമുക്ക് വേറൊരു ജഡത്തിൻ്റെ വിത്തിനെക്കുറിച്ച് ചിന്തിക്കാം. ആ ജഡത്തിൻ്റെ വിത്ത് വിതച്ച വ്യക്തിക്ക് എന്ത് സംഭവിച്ചുവെന്നും ജഡത്തിൻ്റെ വിത്ത് വിതച്ചാൽ എന്ത് നമ്മൾക്ക് സംഭവിക്കുമെന്നും നമുക്ക് ഒന്ന് ചിന്തിക്കാം. അതിനായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3 അധ്യായത്തിൻ്റെ 5 വാക്യം. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിൻ. ഇവിടെ ജഡത്തിൻ്റെ വിത്തുകളെക്കുറിച്ചാണ് പറയുന്നത്. അതിന്ന് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് അത്യാഗ്രഹത്തെക്കുറിച്ചാണ്. അത് നമുക്ക് വേറൊരു വാക്യവും കൂടെ വായിക്കാം. 1 തിമോഥെയോസ് 6 അധ്യായത്തിൻ്റെ 10 വാക്യം. ഇവിടെ നാം കാണുന്ന ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴുന്ന ബഹു ദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നു. ആ വാക്യം നമുക്ക് ഒന്നും കൂടെ വായിക്കാം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. അത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴുന്ന ബഹു ദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നു. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. ദ്രവ്യാഗ്രഹം വിതച്ചാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. ദ്രവ്യാഗ്രഹം വിതച്ചാൽ ബഹു കഷ്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കും. ദ്രവ്യാഗ്രഹം വിതയ്ക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബഹു കഷ്ടങ്ങൾക്ക് അവൻ അധീനരായിട്ട് തീരും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ദ്രവ്യാഗ്രഹം വിതച്ചാൽ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ബഹുവിധ കഷ്ടങ്ങളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ദ്രവ്യാഗ്രഹം വിതച്ച ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾക്ക് 1 രാജാക്കന്മാർ 5 അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനു മുമ്പായിട്ട് ആ ദ്രവ്യാഗ്രഹം വിതയ്ക്കുവാനുള്ള സാഹചര്യവും അതിന് സംഭവിച്ചിട്ടായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതെങ്ങനെയാണ് അവൻ ദ്രവ്യാഗ്രഹം വിധിച്ചതെന്നൊന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 2 രാജാക്കന്മാർ 5 അധ്യായത്തിൽ നാം കാണുന്നത് നയമാൻ, 6 രാജാവിൻ്റെ സേനാപതിയായ നയമാൻ ഇസ്രായേൽ വരികയും അവൻ്റെ നയമാൻ ഒരു കുഷ്ഠരോഗിയാണ്. കുഷ്ഠം സൗഖ്യമാക്കണമെന്ന് ആ രാജാവിനോട് പറഞ്ഞു. രാജാവ് ഭയന്നു പോയി. എന്നാൽ എലീശ അവിടെ പറയുന്നത്, എൻ്റെ അടുത്തേക്ക് വിടുക, ഇസ്രായേലൊരു ദൈവമുണ്ടെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നയമാൻ അവൻ്റെ വളരെ പ്രതാപത്തോടു കൂടി എലീശയുടെ അടുത്ത് വന്നു. പക്ഷേ എലീശ പറഞ്ഞു, നീ യോർദാൻ നദിയിൽ പോയി മുങ്ങുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ 7 പ്രാവശ്യം മുങ്ങുവാനായിട്ട് പറഞ്ഞു. അതത്ര അവന് ഇഷ്ടപ്പെട്ടില്ല. എന്നിരുന്നാലും അവസാനം നയമാൻ യോർദാനിൽ നദിയിൽ 7 പ്രാവശ്യം മുങ്ങി. അതിനവന് പൂർണ്ണ സൗഖ്യം കിട്ടി. പൂർണ്ണ സൗഖ്യമുള്ളവനായിട്ട് അവൻ വളരെ സന്തോഷത്തോടുകൂടി എലീശയുടെ അടുത്ത് വന്നിട്ട് എലീശയോട് പറയുന്നതാണ്, എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അങ്ങ് പ്രതിഗ്രഹം അങ്ങ് കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞു. അപ്പോൾ എലീശ പറയുന്നതാണ് അതിൻ്റെ 5-16 വാക്യത്തിൽ, അതിനവൻ, ഞാൻ സേവിച്ചു കേൾക്കുന്ന യഹോവയാണേ, ഞാൻ ഒന്നും കൈക്കൊള്ളുകയില്ല എന്ന് പറഞ്ഞു. കൈക്കൊള്ളുവാൻ അവനെ നിർബന്ധിച്ചിട്ടും അവൻ വാങ്ങിയില്ല എന്ന് കാണുന്നു. എന്നാൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന 19-20 വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്, അവനെ വിട്ട് കുറേ ദൂരം പോയ ശേഷം ദൈവപുരുഷനായ ഏലീശയുടെ ബാലിക്കാരൻ ഗേഹസി ആരാമ്യൻ, നയമാൻ കൊണ്ടുവന്നത് എൻ്റെ യജമാനൻ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാതെ വിട്ട് കളഞ്ഞുവല്ലോ. യഹോവയാണ്, ഞാൻ അവൻ്റെ പിന്നാലെ ഓടിച്ചെന്ന് അവനോട് അല്പം വാങ്ങുമെന്ന് പറയുന്നു. അങ്ങനെ നയമാൻ്റെ പുറകെ ഗേഹസി ഓടുകയും ഗേഹസി ഒരു നുണ പറഞ്ഞാണ് അപ്പോൾ പറയുകയാണ്. 22 വാക്യത്തിൽ പറയാണ്, ഇപ്പോൾ തന്നെ പ്രവാചക ശിഷ്യന്മാരിൽ 2 യവനക്കാർ എഫ്രീം മലനാട്ടിൽ നിന്ന് എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. അവർക്കൊരു 4 വെള്ളിയും 2 കൂട്ടം വസ്ത്രവും തരണമേ എന്ന് പറവാൻ എൻ്റെ യജമാനൻ
അയച്ചിരിക്കുന്നു. ഗേഹസിക്ക് വേണമെങ്കിൽ ചെന്ന് പറയാമായിരുന്നു, എൻ്റെ യജമാനൻ മേടിച്ചില്ല, ഞാൻ യജമാൻ്റെ ശിഷ്യനാണ്, എനിക്ക് കുറച്ച് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ യജമാനനെ നാണം കെടുത്തത്തക്ക രീതിയിൽ, യജമാനൻ്റെ ദൈവത്തെ യജമാനെ അപമാനിക്കുന്ന രീതിയിലാണ് അവൻ യജമാനു വേണ്ടി പറയുന്ന കള്ളത്തരമാണ് അവിടെ പറയുന്നത്. അങ്ങനെ അവന് 2 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രവും കിട്ടി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1 താലന്ത് ചോദിച്ചു, 2 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രവും അവൻ കിട്ടി. അത് അവൻ ഒളിച്ചു വെക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനുശേഷം അവൻ്റെ അത്യാഗ്രഹം, അവന് വേണമെങ്കിൽ ഈ എലീശ പ്രവാചകൻ എന്തെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ടുള്ള, മരിച്ചവരെ തന്നെ ഉയർത്തിയ വ്യക്തിയാണ്. അവനോട് ആ എലീശ പ്രവാചകനോട് ചോദിക്കാമായിരുന്നു, ചോദിച്ചെങ്കിൽ കിട്ടുമായിരുന്നു. അവന് ആവശ്യമാണെന്ന് അറിഞ്ഞുവെങ്കിൽ. എലീശയുടെ ദൈവം സർവശക്തനായ ദൈവമാണ്, അതവൻ കണ്ടറിഞ്ഞതാണ്. എന്നാൽ അവൻ്റെ അത്യാഗ്രഹം, അവൻ്റെ ദ്രവ്യാഗ്രഹം അവനെ ഇത് ചെയ്യിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവനത് കൊണ്ടുപോയി അവൻ്റെ ഭവനത്തിൽ ഒളിച്ചു വെച്ചു. എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ അവൻ എലീശ പ്രവാചകൻ്റെ അടുത്ത് വന്നു. അപ്പോൾ എലീശ പ്രവാചകൻ ചോദിച്ചു, ഗേഹസിയെ നീ എവിടെയായിരുന്നു? അപ്പോഴെങ്കിലും അവന് സത്യം പറയാമായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, അടിയൻ എങ്ങും പോയില്ല എന്ന് അവൻ പറഞ്ഞു. അതിനവൻ, ആ പുരുഷൻ രഥത്തിൽ നിന്ന് ഇറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എൻ്റെ ഹൃദയം നിന്നോടുകൂടെ പോന്നിരുന്നില്ലയോ? ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം, ഒലിവുതോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസിദാസന്മാർ എന്നിവ മേടിപ്പാനും ഇതാകുന്നുവോ സമയം? അങ്ങനെ ദ്രവ്യാഗ്രഹം അവൻ്റെ ജീവിതത്തിൽ അത് വലുതായിട്ട് വന്നപ്പോൾ നമ്മൾ വായിച്ച ഭാഗത്തെ പോലെ അത് സകലവിധ ദോഷത്തിനും കാരണമായിട്ട് തീരും. അത് നമ്മെ നശിപ്പിക്കുന്നതാണ് എന്ന് നമ്മൾ 2 തിമോഥെയോസിൽ നാം വായിച്ചു. അത് തന്നെ ഗേഹസിയുടെ ജീവിതത്തിൽ അവന് കള്ളത്തരം പറയുവാനോ നുണ പറയുവാനോ യജമാൻ്റെ പേരിൽ പറയുവാനോ ഒന്നും അവന് മടി ഉണ്ടായില്ല. ഒരു പാപം അവനെ ദ്രവ്യാഗ്രഹം എന്ന പാപം മറ്റുള്ള പാപത്തിലേക്ക് അവനെ വഴിതിരുത്തി എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം പോലും വിട്ടുഴന്നു. അതെ, അവൻ എലീശയുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് പകരമായിട്ട് അവൻ സമ്പത്തിൽ വിശ്വസിച്ചു. അത് മുഖാന്തരമായിട്ട് ഇവിടെ പറയുന്ന പോലെ ബഹുദുഃഖങ്ങൾക്ക് കഷ്ടനായി തീർന്നു. അത് കഴിഞ്ഞിട്ട് അവൻ്റെ ദ്രവ്യാഗ്രഹം കൊണ്ട് അവനൊരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എലീശ പറയുന്നത് ഇങ്ങനെയാണ്, അതിൻ്റെ 27-ാം വാക്യം, ആകയാൽ നയമാൻ്റെ കുഷ്ഠം നിനക്കും നിൻ്റെ സന്തതിക്കും എന്നേക്കും പിടിച്ചിരിക്കും എന്നവനോട് പറഞ്ഞു. അവൻ ഹിമ പോലെ വെഴുത്ത് കുഷ്ഠരോഗിയായി അവനെ വിട്ട് പുറപ്പെട്ടു പോയി. പിന്നെ അവൻ ഒരിക്കലും മഹാനായ സർവശക്തനായ ദൈവത്തിൻ്റെ ദാസനായ എലീശയുടെ ബാലിക്കാരനായിട്ട് പിന്നെ അവനെ നിൽക്കുവാനായിട്ട് സാധിച്ചില്ല. അവനൊരു കുഷ്ഠരോഗിയായി എലീശയെ വിട്ടുപോയി. അവനെത്രയോ എത്രയെത്ര അത്ഭുതങ്ങൾക്ക് അവൻ കൂട്ടാളിയായിട്ട് നിന്നതാണ്. എത്രയെത്ര അത്ഭുതങ്ങൾ അവൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഇതൊന്നും പിന്നെ അവൻ്റെ ജീവിതത്തിൽ എലീശയുടെ ദൈവത്തെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുവാനോ വിശ്വസിക്കുവാനോ അവന് സാധിച്ചില്ല. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമാകുന്നു. പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ ദ്രവ്യാഗ്രഹമില്ലാത്തവരായിട്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.